ജലജന്യമായിട്ട് നമ്മൾ പൊതുവേ മഴക്കാലത്തും വേനൽക്കാലത്തും പ്രത്യേകതകളുണ്ട്. എങ്കിലും ജലജന്യം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ജലം വഴി പകരുന്നത് പ്രധാനമായിട്ടും വയറിളക്ക രോഗങ്ങൾ, അതിലേറ്റവും മാരകമായിട്ടുള്ള കോളറ, പിന്നീട് ടൈഫോയിഡ് കണക്കുള്ള രോഗങ്ങൾ. അതുകൂടാതെ അമീബ തന്നെ നമ്മൾ മസ്തിഷ്കജ്വരത്തിൻ്റെ കാര്യത്തിലുള്ള അമീബ ആ രീതിയിൽ മാത്രമല്ല, അമീബ വയറിളക്ക രോഗമായിട്ടും അമീബിയാസിസ് ഉണ്ടാകാം. ഇത് കൂടാതെ ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ രോഗങ്ങളാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളി. അതിൽ ഒന്ന് എലിപ്പനി. മഴയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് കൂടുന്നു. ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം നിരക്ക് കൂടുന്നു. എലിപ്പനി മാത്രവുമല്ല, നമ്മുടെ പകർച്ചവ്യാധികളുടെ മുഴുവൻ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിൽ പകർച്ചവ്യാധി കാരണം ഉണ്ടാകുന്നതും എലിപ്പനി കാരണമാണ്. അതുകൂടാതെ കൊതുകുജന്യ രോഗങ്ങളൊക്കെ തന്നെയും മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെങ്കിയുടെ തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലജന്യ രോഗം കേരളത്തിൽ ഇന്ന് എന്ന് ചോദിച്ചാൽ അത് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ കാരണമുള്ള മഞ്ഞപ്പിത്ത രോഗമാണ്.